ഹൈന്ദവ വിശ്വാസത്തെ അവഹേളിക്കുന്ന നിലയിലേക്ക് ദേവസ്വം ബോർഡുകളുടെ ഭരണം മാറിയെന്ന് വെള്ളാപ്പള്ളി നടേശൻ. ദേവസ്വം ബോർഡുകൾ അഴിമതിയിലും കൊള്ളയിലും മുങ്ങിക്കൊളിച്ചു. മാറി മാറി ഭരിച്ച ഒരു സർക്കാരിനും ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിയാനാവില്ലെന്നും വെള്ളാപ്പള്ളി കൂട്ടിച്ചേർത്തു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കാലാവധി നീട്ടിക്കൊടുക്കാൻ നീക്കങ്ങളും ചർച്ചകളും നടക്കുമ്പോഴാണ് വെള്ളാപ്പള്ളിയുടെ ഈ നിലപാട് പ്രഖ്യാപിക്കൽ. ഈ ഒരു സാഹചര്യത്തിൽ PS പ്രശാന്തിന് കാലാവധി നീട്ടി നൽകുമോ എന്നതാണ് ഉയരുന്ന ചോദ്യം. യോഗാനാഥത്തിലെ ലേഖനത്തിലാണ് വെള്ളാപ്പള്ളി ദേവസ്വം ബോർഡുകളെ വീണ്ടും വിമർശിക്കുന്നത്. ശബരിമല സ്വർണക്കൊള്ള വിവാദം അന്തമില്ലാതെ തുടരുന്നു. അത് സംസ്ഥാന സർക്കാരിനെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെയും പ്രതിസന്ധിയിലാക്കി. കാണിക്കവഞ്ചിയിൽ കൈയിട്ട് വാരാത്തവർ ചുരുക്കമാണ്. മോന്തായം വളഞ്ഞാൽ കഴുക്കോലുകളുടെ കാര്യം പറയാനില്ലെന്ന പോലെയാണ് ദേവസ്വം ബോർഡുകളിലെ ജീവനക്കാരുടെ സ്ഥിതി. നൂറുകണക്കിന് മുരാരി ബാബുമാർ 5 ദേവസ്വം ബോർഡുകളിലായിട്ടുണ്ട്. ഹൈക്കോടതി ഇടപെടൽ ഇല്ലെങ്കിൽ പ്രതിഷ്ഠ വരെ പൊളിച്ചു മാറ്റിയേനെ. ദേവസ്വം ഭരണരീതികൾ മാറണം. ആത്മാർത്ഥതയുണ്ടെങ്കിൽ 5 ദേവസ്വം ബോർഡുകളും സർക്കാർ പിരിച്ചുവിടണം. പ്രൊഫഷണൽ ഭരണമുള്ള 1-2 ദേവസ്വം ബോർഡ് മതിയെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. SNDP യോഗം മുഖപത്രമായ യോഗാനാഥത്തിൽ എഴുതിയ എഡിറ്റോറിയലിലാണ് വെള്ളാപ്പള്ളി നടേശൻ ഇക്കാര്യം ആവശ്യപ്പെട്ടിരിക്കുന്നത്. 5 ദേവസ്വം ബോർഡുകളിലും അഴിമതിയും കൊള്ളയും നടന്നിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ശബരിമല സ്വർണക്കൊള്ള വിവാദം സർക്കാരിനെയും ദേവസ്വം ബോർഡിനെയും പ്രതിസന്ധിയിലാക്കിയെന്നും ലേഖനത്തിൽ പറയുന്നു. രാഷ്ട്രീയത്തിൽ വലിയ ഭാവിയോ ഇടമോ ഇല്ലാത്ത ആളുകൾക്ക് സർക്കാരിന്റെ ചെലവിൽ സുഖമായി കഴിയാനുള്ള സംവിധാനമായി ദേവസ്വം ബോർഡുകൾ അധപതിച്ചിരിക്കുന്നുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. രാഷ്ട്രീയ പുറമ്പോക്കിൽ ഗതികിട്ട പ്രേതങ്ങളായി അലയുന്ന നിർഗുണന്മാരായ നേതാക്കൾക്ക് പദവിയും ജീവിക്കാൻ വകയുമുണ്ടാക്കുന്ന സംവിധാനമായി ദേവസ്വം ബോർഡുകൾ മാറി. വന്നവരിലും പോയവരിലും ചൂഷണവും മോഷണവും നടത്താത്തവർ കുറവാണ്. കാണിക്കവഞ്ചിയിൽ കൈയിട്ട് വാരാത്തവരും ചുരുക്കം തുടങ്ങിയ പരിഹാസങ്ങളാണ് വെള്ളാപ്പള്ളി ഉന്നയിക്കുന്നത്. സംവിധാനം മുഴുവൻ പിരിച്ചുവിട്ട് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർക്ക് ചുമതല കൊടുത്ത് അതിൽ രാഷ്ട്രീയക്കാരെയും ഉൾപ്പെടുത്തി പുതിയൊരു ഭരണ സംവിധാനം കൊണ്ടുവരണമെന്നും വെള്ളാപ്പള്ളി ആവശ്യപ്പെടുന്നു. രാഷ്ട്രീയ സ്വാധീനത്താൽ കടന്നുകൂടിയവരാണ് ദേവസ്വം ബോർഡുകളിലെ ഉദ്യോഗസ്ഥർ. അതുകൊണ്ട് എല്ലാവരുടെയും കൈകളിൽ കറ പുരണ്ടിട്ടുണ്ട്. ഹൈന്ദവ വിശ്വാസങ്ങളെ അവഹേളിക്കുന്ന തരത്തിലേക്ക് ദേവസ്വം ബോർഡ് ഭരണം മാറിയതിന്റെ ഉദാഹരണമാണ് ശബരിമല സ്വർണക്കൊള്ളയെന്നും ലേഖനത്തിൽ പറയുന്നു. ദേവസ്വം ബോർഡുകൾ പിരിച്ചുവിട്ട് എണ്ണം കുറച്ച് പരമാവധി 2 ആക്കി മാറ്റണം. മറ്റു വകുപ്പുകളുടെ ഭാരമില്ലാതെ ദേവസ്വത്തിന് മാത്രമായി ഒരു മന്ത്രിയെ വേണമെന്നും വെള്ളാപ്പള്ളി ആവശ്യപ്പെടുന്നു. സർക്കാർ ഭരണ സംവിധാനത്തിലെ ഏറ്റവും കള്ളന്മാരും കാര്യപ്രാപ്തിയില്ലാത്തവരും വിക്രബുദ്ധികളുമായ ജീവനക്കാരുള്ളത് ദേവസ്വം ബോർഡുകളിലാണ്. സത്യസന്ധരും കാര്യപ്രാപ്തിയുള്ളവരും വിരലിൽ എണ്ണാവുന്നവർ മാത്രം. സർവീസ് സംഘടനകളാണ് ജീവനക്കാരുടെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത്. നൂറുകണക്കിന് മുരാരി ബാബുമാർ 5 ദേവസ്വം ബോർഡുകളിലുമായുണ്ടെന്ന് വെള്ളാപ്പള്ളി പറയുന്നു. ശബരിമല ശ്രീകോവിലിന് മുന്നിലുള്ള ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണ തട്ടിപ്പിനെ കുറിച്ച് അയ്യപ്പ ഭക്തരുടെ നെഞ്ചുനീറുന്ന വാർത്തകളാണ് ദിനവും കേൾക്കുന്നത്. പവിത്രമായ ശ്രീകോവിലിന് മുന്നിലെ ദ്വാരപാലക ശില്പങ്ങളിൽ പൊതിഞ്ഞ സ്വർണ്ണപ്പാളി അറ്റകുറ്റപ്പണിക്കായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സ്വയം തീരുമാനിച്ച് ഹൈക്കോടതിയെ അറിയിക്കാതെ ചെന്നൈയിലേക്ക് അയച്ച സംഭവം അയ്യപ്പ സംഗമ വേളയിൽ തന്നെ ഉയർന്നു വന്നതാണെന്ന് നേരത്തെ വെള്ളാപ്പള്ളി പറഞ്ഞിരുന്നു.